അപ്പൊ അങ്ങനെ ചേച്ചീനെ പുതിയ മുഖം എന്ന് പറയണില്ല. എന്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ അടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പെയിന്റ് അടിക്കണ പോലെ അടിച്ചിട്ട് പൊക്കോ. എനിക്ക് ഭയങ്കര കളർ വേണം, അജുവിനെ പോലെ കളറായിട്ട് മാറണം, ഞാൻ ആകെ ഡള്ളായിട്ടിരിക്കുകയാണെന്ന്. അസല് മണിപ്പൂരി കുട്ടിയാണെന്ന്. ബിസ്മി എന്നാണ് പേര്. കുക്കർ പൊട്ടിത്തെറിച്ച് പാചകം ഫേമസ് ആവട്ടെ. വെറുതെ ബെഡായി പൊട്ടിക്കുക. അടുത്ത വർഷം കല്യാണം ഉണ്ടാവുന്നു. പക്ഷെ ചെക്കൻ മാത്രമായില്ല. ആയില്ല. ആഹാ 15 കഴിഞ്ഞ ചേച്ചി ഇപ്പൊ. നമ്മുടെ അടുക്കളത്തോട്ടത്തിലത്തെ മനോഹരമായ വഴിയിലൂടെ നമ്മൾ നടന്നു വരികയാണ്. ഇന്ന് ചില പ്രത്യേകതകളുണ്ട്. സരിത കണ്ടിട്ടില്ല? എന്ത്? അസോള വിളവെടുക്കുന്നത് കണ്ടിട്ടില്ല? വിളവെടുക്കാൻ കണ്ടിട്ടില്ല. ചേട്ടാ അവിടെ കോഴി കൊണ്ടു കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. 2 വട്ടം കോഴികൾക്ക് 1/2 ബക്കറ്റ് വെച്ചിട്ട് അസോള നോക്കിയേ അതിൽ നിറഞ്ഞു കിടക്കണ്. അതിൽ നിറഞ്ഞു. അപ്പൊ നമ്മള് അതിന് മുന്നേ നമ്മൾ നോക്കിയ ഒരു വണ്ടി ചാണം ഇറക്കി, ലോഡ് ചാണം. ഇത് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചാണം കൊണ്ടുവന്നു കേട്ടാ. ചേട്ടാ സാധാരണ എപ്പോഴും പറഞ്ഞ ഒരു വാക്ക്, ഒരു ലോഡ്. ഇത് ഈ കാര്യത്തിൽ കറക്റ്റ് ആട്ടോ, ഒരു ലോഡാണിത്. അതായത് മറ്റേ ടിപ്പർ ലോറി ഇല്ലേ, ഒരു യൂണിറ്റിന്റെ ചെറിയൊരു ടിപ്പർ ലോറിയില്ല, ഒരു ടിപ്പർ. 4500 രൂപ. ഷാൻ ചേട്ടന്റെ അവിടെ അടിച്ചു. അപ്പൊ അവരോട് തന്നെ പറഞ്ഞിട്ട് ഒരു വണ്ടി നമ്മളും അടിച്ചു. നമുക്കും അനിലും ചേട്ടനും ആയി. അപ്പൊ അവര് കൊണ്ടുവന്ന് ഇറക്കി തരും. ഒറ്റ പൈസ ചെലവില്ല വണ്ടിയിൽ. അവര് കൊണ്ടുവന്ന് പൈസ ചെലവില്ല. 4500 രൂപ കൊടുത്തിട്ടാണ്. പിന്നെ വേറെ ഒറ്റ പൈസ ചെലവില്ലെന്ന് പറഞ്ഞ ആകാശ് പോരെ. 4500 കൊടുത്തു. അപ്പോഴേ ഞാൻ ഈ സരിത അസോള വിളവെടുപ്പ് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴേ എനിക്ക് ചെറുപ്പത്തിൽ അത് കേൾക്കുമ്പോഴേ ഒരു ഓർമ്മ വരുന്നത് രഞ്ജനിയില്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുത്തനൊരു കഥയും കൊണ്ടുവന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്ന് കാലത്ത് ഈ ബെഞ്ച് ഡെസ്ക് അല്ലേ തവളയുണ്ടായിക്കോട്ടെ. അന്ന് കാലത്ത് ഇങ്ങനെ ബെഞ്ചിന്റെ അവിടെ ഓരോ കൂട്ടുകാരന്മാര് ഓരോ കഥകളും ഇതൊക്കെ പറയുമ്പോ എല്ലാവരും കൂടി വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോഴും ഉണ്ടല്ലേ. ഇതിൽ കോരിയെടുക്കട്ടെ നമുക്ക്. കണ്ട ഇങ്ങനെ കോരിയെടുക്കും. ഇതിങ്ങനെ കോരിയെടുക്കും തോറും ഇതിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കുന്നു. നമ്മുടെ കോഴികളെ ഞാൻ തീറ്റി പഠിപ്പിച്ചു. ഫ്രണ്ടിലത്തെ കുളത്തിലും കുറച്ചിടാൻ ചേട്ടാ. അതിലിടാം. അതിലുള്ള ഗപ്പികൾ തിന്നോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനൊക്കെ എന്നിട്ടാ ഒരു കൂട്ടുകാരൻ കഥ പറയും. അപ്പൊ നിങ്ങളൊക്കെ കേൾക്കായിരിക്കും. അപ്പൊ ഞാനാണ് ഇപ്പൊ എന്തെങ്കിലും വീട്ടിലത്തെ സംഭവങ്ങൾ വന്നിട്ട് അറിയുന്ന നമ്മൾ വഴിയിൽ വെച്ച് കണ്ടിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടിട്ട് പറയും. അതുപോലെ അപ്പൊ അവൻ ഓരോരുത്തർക്കും ഓരോ കഥകളൊക്കെ വന്നിട്ട് പറയും. അപ്പൊ അതുപോലത്തെ ഒരു കഥയാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതിന്റെ ഒരു കഥയാണ് പറയാൻ പോണത്. അതായത് ഒരു ചെറിയ കുട്ടി ക്ലാസ്സിൽ മാഷ് ക്ലാസ് എടുത്തു. ടീച്ചറാണ് ക്ലാസ് എടുത്തത്. ടീച്ചർ ക്ലാസ് എടുത്തായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. അതായത് 2 തീവണ്ടികള്. അപ്പോൾ തീവണ്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം തീവണ്ടി കാണാനൊക്കെ ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറിനാൻ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ തീവണ്ടി കാണാൻ പോകും. ഞാൻ അല്ല ചേട്ടനും ഇവരെ കൂടിയിട്ട് കുഞ്ഞിതായിരിക്കും 1980 തീവണ്ടി കാണാൻ പോയി. അപ്പോൾ തീവണ്ടികൾ 2ഉം എതിർദിശയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ചോദ്യം മാഷ്. നമ്മളൊന്നും ചെയ്യണ്ട. അത് ഒരേ പാളത്തുമേ കൂടെ നേരെ കൂട്ടി വരികയാണ് ഇങ്ങനെ നേരിട്ട്. അപ്പൊ ഇടിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ കുട്ടി പറഞ്ഞു എൻ്റെ ഡ്രസ്സ് ചോപ്പാണെങ്കിൽ ആ ചോപ്പ് ഷർട്ട് ഊരി ഇങ്ങനെ വീശി കാണിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതൊരു പിന്നെയോ ചോദിച്ചു. പിന്നെ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാളത്തിൽ തീ ഇട്ട് കത്തിക്കുന്നു പറഞ്ഞു. അല്ല അതൊന്നും ചോദിച്ചു. അത് ചുവന്ന ഷർട്ടല്ലെങ്കിൽ മഞ്ഞ ഷർട്ടാണെങ്കിലോ അല്ല ഇതൊക്കെ കയ്യിലുള്ള സംഗതികളാണ്. അപ്പോൾ അതും ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചു മാഷ്. അതുമില്ലിങ്ങന്ന് പറഞ്ഞ ക്രാവ് ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ പെങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു. അപ്പോൾ മാഷ് ചോദിച്ചു എന്തിനാ പെങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു. അവളെ തീവണ്ടികൾ കൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ അത് കാണിക്കാനാന്ന് കേട്ടിട്ടുണ്ട്. പണ്ടുള്ള കഥയാ. പോയി പെങ്ങളെ വിളിച്ചോണ്ടിരുന്നു പറഞ്ഞപ്പോ തന്നെ എനിക്കിത് ഓടി. ഇന്ന് കാലത്ത് പൊട്ടിച്ചു. വെള്ളരിക്ക ഒരെണ്ണം പൊട്ടിക്കാണ്ട് എന്താന്ന് വെച്ചേക്കണം. എന്താന്ന് അല്ല ചേട്ടൻ വേണമെങ്കിൽ എടുത്തോ. അവിടെ ഒരെണ്ണം വലുത്. അതാ ഞാൻ ഇപ്പുറത്ത് പൊട്ടിച്ചു. അത് കണ്ടിട്ടില്ല. നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇത് കണ്ടിട്ട് ഞാൻ ഇന്നും പറയുന്നത് പൊട്ടിയില്ല. ഞാൻ അത് ക്രീമി പിടിച്ചല്ലേ. അത് പൊട്ടിച്ചു. ഞാൻ ഇപ്പുറത്തുള്ള കണ്ടില്ലേ. ഇന്ന് കാലത്ത് പൊട്ടിച്ചു. കാലത്തോരം പൊട്ടിച്ചു.
അത് ഇത്രക്കില്ല കേട്ടാ. ഇത് ശരിക്കും വിഷു കണിക്ക് പോലെയുള്ളതുണ്ടല്ലേ. ഞാൻ കൊണ്ടുപോകണം. വേണ്ടേ കൂട്ടാൻ വയ്ക്കില്ലേ? അവിടെ ആർക്ക് വേണം? അല്ല ചേട്ടൻ എന്തൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വെള്ളരിക്ക വേണോ ചേച്ചി? വെള്ളരിക്ക വേണോ? ആ വേണമെന്ന് ചേച്ചിക്ക് വേണമെന്ന് പറച്ചില് കേട്ടിട്ടുണ്ടെങ്കിലോ ആ മത്തങ്ങേര് ഇത്ര പോകുന്ന ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അവരത് അത്ര പോകുന്ന മത്തങ്ങ തീറ്റ കഴിഞ്ഞു ചെറിയണ്ട. ഇതൊരു കുഞ്ഞൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ ഇരിക്കല്ലേ. അല്ല വല്ല കൂട്ടാൻ വെക്കണ്ടെങ്കിലല്ലേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്നെന്തൊരു പരിപാടി? ഇന്ന് ചേച്ചിനെ കൊണ്ട് പോവല്ലേ ബ്യൂട്ടി പാർലറിലേക്ക്. എന്ന് എനിക്ക് സൗകര്യക്കേട് തോന്നിയിട്ട് നാളെ എത്രയെന്ന് അറിയാൻ മുടികൾ അറിയണം. അപ്പൊ ഇത് ഇങ്ങനെ കോരി എടുത്തു. അപ്പഴേ ഇത് 1/2 ബക്കറ്റായി കണ്ട. 1/2 ബക്കറ്റ് അസോള ഇത് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചാണം ഇതിൽ കലക്കി ഒഴിക്കും. അപ്പം ഞാൻ പറഞ്ഞ കഥ ശരിയായില്ലേ? അനുയോജ്യമായതല്ലേ? കണ്ടിട്ടില്ലേ എന്ന്? ഈ അസോള ഞാൻ പറഞ്ഞു തന്നിട്ടെന്നറിയോ നിനക്ക്? അസോള വിളവെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ തീവണ്ടിയിൽ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ആ കഥയുമായിട്ട് ചേട്ടൻ എന്റെ ദൈവമേ ചേട്ടനെ കൊണ്ടേ പറ്റുള്ളൂ ഇതൊക്കെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? ചാണം കലക്കാനായിട്ട് ആയിക്കോട്ടെ. എവിടെയാ ചാണം എടുക്കുക? ചാണം ഇതിൽ കലക്കി ഒരു 1/2 ബക്കറ്റ് ചാണം കലക്കി ഒഴിക്കണം. അതായത് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ചാണം കലക്കി ഒഴിച്ചില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ആവില്ല. അയ്യോ ചേട്ടൻ ഓടിവാ. എന്തുട്ടാ നോക്കിയൊരു സാധനം. എന്തുട്ട് സാധന? അല്ല ചേട്ടൻ ഇങ്ങോട്ട് വാ. അല്ല ചേട്ടൻ പേടിച്ചു. എന്തുട്ടാ എന്തുട്ടാ നീ നോക്ക്. അമ്പോ മൂർഖൻ്റെ ഒറ വണ്ടനോറ. മൂർഖനാണോ അത്? ചേരയില്ല കറുത്തിട്ടണ്ട. മൂർഖൻ്റെ പറയാ നോക്കിയേ. അവിടെയുണ്ടാ? അല്ല ഇവിടെ ഇല്ല. ഞാൻ കോലെടുക്കാനാ. നോക്കിയേ മൂർഖൻ്റെ ഒറ. മൂർഖൻ്റെ കണ്ട കറുത്ത് കണ്ട. പത്തീര വെച്ചാണ്. പത്തീരാണ് ഈ ഏരിയ കണ്ട. ആ ഇത് നല്ല പാമ്പാണ്. അതെ ഈ കൈ കൊണ്ട് തൊടണ്ടതാ. കൈ കൊണ്ടല്ല ഞാൻ തീയല്ലോ കൊണ്ടാണ് തുടങ്ങുന്നത്. എന്റെ കണ്ണുണ്ടോ നോക്കിയത്. അതെ മൂർഖനാണ്. ചേരാൻ പോറ കളർ വ്യത്യാസമുണ്ട്. ഇതിപ്പോ ഇന്നലെ ഞാൻ കണ്ടില്ല പൈപ്പ് തിരിക്കുമ്പോ. ഇതിപ്പോ വെയിൽ കൊണ്ടിട്ട് ദ്രവിച്ചു തുടങ്ങിയില്ലേ. ഇതേണ്ട ഇവിടെ മുതലുണ്ട് കണ്ട. നല്ല മുതലുകളുണ്ട്. അതുണ്ട് അല്ലേ? അവിടെ കാണാറില്ലേ ഒരു മൂർഖനെ? അതിന്റെ തന്നെയാവും ചിലപ്പോ. നമ്മൾ ഇതിനേക്കാൾ എത്ര വലുതാ അവിടെ നിന്ന് കിട്ടി ഇവിടെ വീട്ടിൽ നിന്ന്. അത് പക്ഷെ ചേരടൻ അല്ല അല്ലേ? അത് മൂർഖൻ തന്നെയായിരുന്നു. ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടാ പൊട്ടിക്കാൻ. ചേട്ടാ ദേ ഒരു കുമ്പളങ്ങ പൊട്ടിക്കാൻ. അതിപ്പോ പൊട്ടിക്കണ്ട നീ വേണ്ടേ? അത് മൂരിങ്ങല്ലേ മോരും കുമ്പളങ്ങ വെക്കാം. ഇതിനെന്തിങ്ങനെ ആകെ കുമ്പളങ്ങ ഒരു ഷേപ്പ് ഇതില്ല. നല്ല മിനുസായിട്ടിരിക്കണ ആകെ കുണ്ടും കുഴിയും. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇപ്പം ചാണം കുറച്ച് കലക്കി കൊടുക്കട്ടെ നമ്മൾ. എന്നിട്ട് കോഴികൾക്ക് തീറ്റ കൊടുക്കും. എപ്പോഴാണ് നിനക്ക് പോകണമെന്ന് പറഞ്ഞേ? കുറച്ച് കഴിഞ്ഞാൽ പോവാം. അയ്യോ ഇങ്ങനെ ഇടല്ലോ ചേട്ടാ. കലക്കിയിട്ട് ഒഴുക്കി അല്ലെങ്കിൽ എന്താ കാര്യം? അത് കലങ്ങണു. അതങ്ങനെ ആക്കുമ്പോ ആ കൈക്കോട്ടില് തുമ്പങ്ങാനും കൊണ്ട് ആ ഷീറ്റ് കീറി കഴിഞ്ഞു. ഐ ചേട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിക്കാന്ന് ചേട്ടാ. വടിയില്ലാന്ന് ഭയങ്കര സ്ട്രോങ് ആണ് ചാണം. ഇതെങ്ങനെ കലക്കണു കണ്ട. നീ ചെറിയ കോലോണ്ട് കലക്കി കഴിഞ്ഞാൽ എങ്ങനെയാ വാനാ? ഇതേ ഒഴിച്ചു വിട്ടാ കലക്കി. അത് കലങ്ങിയിട്ടൊന്നുമില്ല. ദാഗം എടുക്കണു. അത് നീ കലക്കൂ സരിത. കലങ്ങോ? ഇല്ലാണ്ട് പിന്നെ വാ കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ വാ. അപ്പോൾ നമ്മൾ കോഴികളുടെ ഒരു ഭക്ഷ്യവസ്തുവാണ്. മികച്ച കോഴികളുടെയും മീനുകളുടെയും. നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തിന്നാൻ ഇട്ട് കൊടുക്കുമ്പോ കോഴികൾ തിന്നോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. തിന്നു പറഞ്ഞാൽ തീറ്റിച്ചു എന്നിട്ട് കാലത്ത് വേറെ തീറ്റ ഒന്നും ഇട്ട് കൊടുത്തില്ല. ഇട്ട് കൊടുത്തു. അപ്പൊ വീട്ടുകൾ ഇതൊക്കെ വന്ന് ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ വിശന്നപ്പോ തന്നെ വന്ന് തിന്നു എല്ലാവരും. പേടിച്ചിട്ട് ഇതെന്തൊരു സാധനം ചോദിച്ചിട്ടേ കണ്ട. 2 വട്ടം ഇട്ട് കൊടുത്തപ്പോ ഇപ്പൊ കുഴപ്പമില്ല. തിന്നാണ്ടെന്ന് വൃത്തിയില്ല. ഇത് കുറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടാ. അപ്പൊ കോഴികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. പിന്നെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറവ് മതി. ഇതിൽ വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ അറിയാം. അതായത് ഇങ്ങനെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടാ. ഇതിൽ നിറച്ച് ഇട്ട് കൊടുക്കും. ആ കേട്ടാ തിന്നണേട്ടാ. അതിലെ കെട്ടിയപ്പോഴേക്ക് തിന്നു തുടങ്ങി. നിലത്ത് വീണത് വരെ അവർ പറക്കി തിന്നുണ്ട്. അതെ തിന്നണ. എന്നെ പേടിച്ചിട്ടാണ് തിന്നാണ്ടിരിക്കുന്നത് കേട്ടാ. അതെ ചാടി കയറിക്കണ. ഒറ്റക്കാല് നിൽക്കണേ. കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? മറ്റേ കാല് പൊക്കി പിടിക്കുമ്പോ തിന്നണ അവര്. ഇപ്പം എല്ലാവരും കൂടി തിക്കായി. നമുക്ക് നമ്മളിറങ്ങിയല്ല അവര് സമാധാനമായിട്ട് തിന്നുള്ളൂ കേട്ടാ.
പിന്നെ വേണ്ട ആ സോളത്തീറ്റ. ചേട്ടാ ഒരു കോഴി പുറത്ത് അതിനെ ഉള്ളിക്കാക്കിയിട്ട് നമുക്ക് അടയ്ക്കാം. അതിനെ ഞാൻ അടയ്ക്കാം. അതിനെ ഞാൻ അടയ്ക്കാന്ന് കേട്ടു താ ഇത് ഇങ്ങോട്ട് തന്നോളൂ. കോഴിമുട്ട ഒരു കോഴിമുട്ടയുണ്ട്. അപ്പോൾ സീമ ചേച്ചീനെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഇനി ബ്യൂട്ടി പാർലറിലേക്ക് ടിങ്. അപ്പം നമ്മൾ കാളത്തോടുള്ള റസീനയുടെ പാർലറിലെത്തി. അപ്പം ഇനി അങ്ങോട്ട് പോവാം. മുകളിലത്തെ നിലയിലാണ് കേട്ടാ. കുറച്ച് ഇരുട്ടായി, പക്ഷെ ഇവിടെ 8 മണി വരെയൊക്കെ ഉണ്ട്. അപ്പം റസീന പോകുന്നോന്ന് പറഞ്ഞു ഞങ്ങൾ വിളിച്ചപ്പോഴേ. അപ്പം അങ്ങനെ ചേച്ചീനെ പുതിയ മുഖം എന്ന് പറയണില്ല, പുതിയ മുടി ആക്കാൻ പോവാണ്. മുഖത്തോന്തെല്ലാം ചെയ്യണ്ട ചേച്ചിയെ? ത്രെഡും കൂടി ചെയ്യണം ചേച്ചിക്ക്, വേറെ ഒന്നുമില്ല ചേച്ചി. റസീന പറയാണേ നമ്മുടെ വീഡിയോ ഇട്ടത് കൊണ്ട് ഭയങ്കര ഉപകാരമായി, കുറേ പേര് വിളിക്കുന്നുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എറണാകുളത്ത് ഫാമിലി ആയിട്ട് വന്നിട്ട് അജയത്തെ പോലെ ആവണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ നിങ്ങൾ വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ആദ്യം ചേച്ചീനെ ചേച്ചി കളർ ത്രെഡിങ്ങും ഹെയർ കളറിംഗ് വേറെ ഒന്നും ചെയ്യണില്ല എന്ന് പറയണ ചേച്ചി. ഇനി ഞങ്ങൾക്ക് ഒരു കല്യാണം വരുന്നുണ്ട് ജനുവരി. അപ്പൊ ഞങ്ങളൊരു വരവുണ്ട്. ശരി. ത്രെഡിങ് തിക്നെസ് അധികം കുറയ്ക്കണ്ടല്ലോ? വേണ്ട, ചേട്ടനെ പോലെ ആവണം എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്ന ആൾക്കാര്. അത്ര മാറ്റം വന്നു, അത്രക്ക് മാറ്റമുണ്ട് ചേട്ടനെ. സത്യമായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടാണ് ആൾക്കാർക്ക്. അതിന്റെ എന്നിട്ട് എന്താ രസം എന്നറിയാം, ഗുരുവായൂരിന്നൊരു ടീം വന്നു ഇത് കണ്ടിട്ട്. ശരി. എന്നിട്ട് എറണാകുളം അവിടുന്ന് ഗുരുവായൂരിൽ ഒരു ടീം വന്ന്. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ വേണമെന്ന് പറഞ്ഞ് ചെയ്തു. അജിനാണ് ചെയ്ത്, ഭയങ്കര ഇഷ്ടമായി. അവർക്കെന്തോ നാളത്തെ പരിപാടിക്ക് ഇന്ന് രാത്രിയാണ് വന്നത്. എനിക്ക് ഭയങ്കര കളർ വേണം, അജുവിനെ പോലെ കളറായിട്ട് മാറണം, ഞാൻ ആകെ ഡള്ളായിട്ടിരിക്കുകയാണെന്ന്. അജു ഒറ്റ ദിവസം കൊണ്ട് നല്ല കളർ വെച്ചിട്ടുണ്ട്, അദ്ദേഹം അതിനെ ഇന്നയാക്കണമെന്ന് പറഞ്ഞിട്ട്. അല്ല ചേട്ടൻ അത് ചെയ്തിട്ട് പിന്നെ വെയിലൊന്നും കൊള്ളാണ്ടിരിക്കായിരുന്നെങ്കിലേ. അതാ പറഞ്ഞേ, അതൊന്നും ചെയ്യില്ലെങ്കിൽ അനിലും ചേട്ടൻ എന്ത് കൊണ്ടൊന്ന് ചെയ്യായിരുന്നു. ഭയങ്കര മാറ്റവും. മുടിക്ക് ചേച്ചി നാളെ ചെയ്തോളൂ തോന്നുന്നു. കട്ട് ചെയ്തിട്ട് എത്രയായി? 1 മാസമായി ഉണ്ടാവോ? 1 മാസമൊന്നുമില്ല. നോക്കിയിട്ട് വല്ല കുറയ്ക്കാൻ മാത്രം അങ്ങനെ അണ്ണീവനായിട്ട് കിടക്കണ്ടേ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ വെറുതെ നീളം കുറയ്ക്കണ്ടല്ലോ. പിന്നെ കല്യാണത്തിന്റെ ടൈമിൽ ചെയ്യാലേ ചേച്ചിയെ? ജനുവരിയിലേക്ക് ജനുവരി അപ്പം ചെയ്താൽ മതി. ഒന്ന് സ്റ്റെപ്പ് കട്ടൊക്കെ വിട്ടിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ. സ്ട്രൈറ്റനിങ് ചെയ്ത മുടിയൊന്നുമല്ലല്ലോ, ഭംഗിയായിട്ട് കിടക്കും അത്. ഇനി ഹെയർ കളർ ചെയ്യാൻ പോവാണ് കേട്ടാ. കളർ ചെയ്യണേലും വാഷ് ചെയ്യുന്നുണ്ട്. ഓയിലുണ്ട് മുടിയിൽ, അപ്പൊ ഒന്ന് വാഷ് ചെയ്യാം. ചേച്ചിക്ക് മുടി സ്ട്രൈറ്റൻ ചെയ്താൽ ഭംഗി ഉണ്ടാവോ? വേണ്ട. വേണ്ടല്ലേ? ചേച്ചിയുടെ ഫേസിന് ചേരില്ല അല്ലേ? ചേരവയല്ല, സ്ട്രൈറ്റനിങ് ചെയ്യണ്ട. ഓൺലി കരാറ്റിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ഒരു സ്ട്രൈറ്റേ വരുള്ളൂ. ഉള്ളത് നല്ല ഹെൽത്തി സ്മൂത്ത് ആയിട്ട് കിടക്കും. സ്ട്രൈറ്റനിങ് കെമിക്കൽ ട്രീറ്റ്മെന്റ് അത് സ്ട്രൈറ്റനിങ് ഉദ്ദേശിച്ച് ഞാൻ ഈ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യില്ല, അത് വേണ്ട അല്ലേ? പറ്റും. ബ്ലോ ഡ്രൈ ചെയ്താൽ ഭംഗി ഉണ്ടാവോ? ഉണ്ടാവും. ചുരുള മുടിയല്ലേ അതിങ്ങനെ ഇങ്ങനെ തനി ഇങ്ങനെ അത്ര കോലാവില്ല. അതാണ് പറഞ്ഞ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തോളെ. അതാവുമ്പോ വേവ്നെസ് ഉണ്ടാവും, പക്ഷെ നല്ല സ്മൂത്തി ആവും, ഹെൽത്തി ആയിട്ട്. അതെ, നമ്മളിപ്പോ ചേച്ചിക്ക് റെഡ് അല്ല, ഞാൻ ചോക്ലേറ്റ് ബ്രൗൺ ആയിട്ടാട്ടോ ഞാൻ ആൾക്കിടുന്നത്. അപ്പൊ നമ്മളെ മുടി ബ്ലാക്ക് ഹെയറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ നല്ലൊരു ലുക്കും കിട്ടും, നല്ലൊരു വോളിയം തോന്നിക്കും. റെഡൊന്നും വേണ്ട. റെഡൊക്കെ ആവുമ്പോൾ പിന്നെ കളർ പ്രൊട്ടക്ട് ഷാമ്പൂ ഒക്കെ ഇതിനും ചെയ്താൽ നല്ലതാണ്. കളർ പ്രൊട്ടക്ട് ഷാമ്പൂ എത്ര നാൾ നിൽക്കും? ഇത് ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് പോകണം മതി. സ്ട്രൈറ്റനിങ്ങിന്റെ ഒക്കെ അതേ അത് അതേ കട്ട് ചെയ്ത് പോകുമ്പോൾ സാധാരണ പോലെ എണ്ണ തേച്ച് കുളിച്ചാലും കുഴപ്പമില്ല. പിന്നെ എന്തായാലും കളറിങ് ആവുമ്പോൾ ഒരു ഡ്രൈനെസ് ഒക്കെ വരും. അപ്പം നമ്മൾ സ്പായോ അല്ലെങ്കിൽ സിറം, എയർ സിറം നല്ലതാ എപ്പോഴും. കുളി കഴിഞ്ഞാൽ വെറ്റ് തന്നെ കുറച്ച് സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഡ്രൈ ചെയ്തിട്ടാ വെറ്റ്. ഉണങ്ങി ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ അത് അവിടെ കട്ടായിട്ട് നിൽക്കും, അത് ബ്ലെൻഡ് ആവാത്തൊരു ഫീൽ വരും. അപ്പം വെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടത് നമ്മൾ ഒരു 2-3 ഡ്രോപ്പ് എടുത്തിട്ട് ഈ നനഞ്ഞ മുടിയിൽ ഇങ്ങനെ തേക്കുമ്പോൾ എല്ലായിടത്തും അത് മിക്സ് ആയി പോകും. മറ്റേതാവുമ്പോൾ നമ്മൾ തേക്കുമ്പോൾ അവിടെ മാത്രമായിട്ടും ചിലപ്പോൾ ഒട്ടിപ്പോവും മുടി. ചിലപ്പോൾ പറയും ഫ്ലാറ്റ് ആയി പോയിന്ന് അറിയും സിറം ഇടുമ്പോൾ. അത് അതുകൊണ്ടാണ്. അപ്പോൾ വെറ്റിലാവുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് വരും. ഈ ഫ്രണ്ട് ഭാഗം മാറ്റിയിട്ട് ഇത്ര ഭാഗം വരെ ചെയ്യാട്ടാ. ഫ്രണ്ടിൽ ചേച്ചിക്ക് ആവശ്യമില്ല, ബാക്കിലേക്ക് ചെയ്യുന്നുള്ളൂ. ഇത്ര ഭാഗം നമുക്ക് മാറ്റി വെക്കാം. അത് ഉണങ്ങി
ബാക്കിലായും കൊണ്ട് നമുക്ക് കുറച്ച് തിക്കിലെടുത്ത് ചെയ്യാം. ചെറിയ ചെറിയ പീസായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും കാണില്ല. അപ്പോൾ കുറച്ച് നമ്മൾ മുടിയിൽ നിന്ന് എപ്പോഴും ഒരു 1 ഇഞ്ച് കളറ് മാറ്റിയിട്ടാട്ടോ ഇടുക. സ്കാൾപ്പില് തൊടരുത്. സ്കാൾപ്പിൽ നിന്ന് മാറ്റിയിടണതാണ് ഏറ്റവും ബെസ്റ്റ്. 1 ഇഞ്ചിട്ട് അത് തുമ്പ് വരയ്ക്കും ചെയ്യൂല്ലേ? തുമ്പ് വരെ ചെയ്യും. എത്ര സമയം വെക്കണം? ശരിക്കും 30, 35, 40 മിനിറ്റ് ഒക്കെ ആണ് ഇതിന്റെ ടൈമിങ്. 30 മിനിറ്റ് എന്തായാലും വെക്കണം. അത് വരേണ്ടതായിരുന്നു. 30 മിനിറ്റ് ആണ് നോർമൽ ടൈം. ചില മുടിയിൽ നമുക്ക് ടൈം എടുക്കും. അപ്പോൾ ഒരു 45 മിനിറ്റ് വരെ മാക്സിമം മാത്രമേ വരുള്ളൂ. അപ്പോൾ മുടി നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല എന്താ പറയുക, നല്ല തിക്കുള്ള മുടിക്കൊക്കെ ആണെങ്കിൽ 45 മിനിറ്റ് ഒക്കെ പിടിക്കും. പക്ഷേ കുറച്ച് വൈറ്റ് ഹെയർ ഒക്കെ ഉള്ളത് കൊണ്ടേ പിന്നെ അതതിലങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോകും ഈ കളറായതുകൊണ്ട്. പിന്നെ വേറെ ഹെന്ന അങ്ങനത്തെ കളറുകളൊന്നും പിന്നെ ഇടണ്ട. അപ്പോൾ ചേച്ചിയുടെ തലയിൽ മറ്റേ കളർ ചെയ്യണ സാധനമൊക്കെ ആക്കി വെച്ചു. ഇനി ഒരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. എൻ്റെ വിചാരം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ അടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പെയിൻ്റ് അടിക്കണ പോലെ അടിച്ചിട്ട് പൊക്കോ വീട്ടിൽ എത്തുമ്പോഴേക്കും ഉണങ്ങിയോളും അങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇത്ര ദിവസം സമയം എടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വരായിരുന്നു. ഇതിപ്പോൾ റസീന നമ്മളൊക്കെ വേണ്ടി റസീന വെയിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പാർലർ അടയ്ക്കേണ്ട ടൈമായി, 8 മണിയായി. അപ്പം ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് വേണം. അത് വാഷ് ചെയ്യില്ലേ ഇനി? ഇനി വാഷ് ചെയ്യണം. കുറച്ച് പണികളുണ്ട് ഇനി. ഒരു 30 മിനിറ്റ് കൂടി ഇനി എടുക്കണം. ഇവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. റസീനയുടെ ഫ്രണ്ടാണ്. ഭയങ്കര നല്ല രസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴാണ് റസീന ചോദിക്കുക ഈ കുട്ടി മലയാളിയാണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആ മലയാളിയാണ്. അപ്പം പറയാം അല്ല, അസല് മണിപ്പൂരി കുട്ടിയാണെന്ന്. കാണുമ്പോൾ കണ്ണിൻ്റെ ഭാഗം കാണുമ്പോൾ നമുക്കൊരു ചായമാറ്റം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ സംസാരം തനി മലയാളം. അപ്പോൾ 9 വർഷമായിരുന്നു ഇവിടെ. എൻജിനീയറാണ് കേട്ടോ ആള്. റസീനയുടെ കൂടെ താമസം? അതെ, അവർ ഒരുമിച്ചാണ് താമസം. അതൊന്നും എടുക്കല്ലേന്ന് ചേട്ടാ അവിടെ നിന്ന് എണീക്കി. അല്ല, വെറുതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആളുകൾക്ക് അവളെ കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? അപ്പൊ എടുക്കണ്ടേ? ഓടി. അതന്നെ, നാളെ ബസ്സിൽ പോകുമ്പോ കാണാം. അവരവരെ തന്നെ കാണാലോ. ഫേമസ് ആയ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറും, അല്ലെങ്കിൽ ഒറ്റ ആള് വീഡിയോ കാണില്ല. ആയിക്കോ, ഇപ്പളേ ആയിക്കോ. യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്ന മണിപ്പൂരി കുട്ടി ബിസ്മി എന്നാണ് പേര്. അതെ, കേരളവർമ്മ കോളേജിന്റെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എവിടെയാണെന്ന്? പേപ്പർ ഷാഡോ ആർക്കിടെക്ട്സിൽ. അവിടെയാണ് വർക്ക് ചെയ്യണത്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഉപ്പയുണ്ട്, മമ്മയുണ്ട്, പിന്നെ 2 ബ്രദേഴ്സ് ഉണ്ട്. മണിപ്പൂർ, ഇംഫാൽ. പിന്നല്ല, ഫുൾ സെറ്റ്. അക്കോമഡേഷൻ, ഫുഡ് ഫുൾ ഫ്രീ. അടിപൊളി. ഞാൻ ജാനുവരിയിൽ പോവാം. പഠിച്ചതൊക്കെ അപ്പോൾ ഇവിടെ തന്നെയാ? കേരളത്തിലാണ് പഠിച്ചത്? എവിടെ പഠിച്ചത്? ഞാൻ കോഴിക്കോടിൽ. പഠിച്ചതല്ല, ഒന്നും ഇടില്ല. ബിസ്മിയുടെ ആഗ്രഹം യൂട്യൂബർ ആവണം എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് നോക്കി വെച്ചോട്ടെ ഈ മുഖം. അടുത്ത വർഷമാണ് യൂട്യൂബർ. അല്ല, എന്താ ഈ വർഷം തുടങ്ങാണ്ട് അടുത്ത വർഷം എന്ന് പറഞ്ഞേക്കണേ? അടുത്ത വർഷം ആകുമ്പോ ഒരു ഫ്രീ ആവും വിശ്വാസം. എന്തായിരിക്കും കണ്ടന്റ്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു ആഗ്രഹം. കണ്ടന്റ് എല്ലാം ഉണ്ടാവും. അതെ, ലൈക്ക് ഗേൾസിന്റെ എല്ലാം ഉണ്ടാവും. അങ്ങനെ
ബിസ്മി ജോലിക്ക് പോകുമ്പോ എല്ലാ ദിവസം ബസ്സിൽ ഇരുന്നിട്ട് യൂട്യൂബ് നോക്കുമ്പോ നമ്മുടെ വീഡിയോ ആണെന്ന് വന്ന് എടുക്കണ്ടാവാ. എന്താണെന്നറിയോ ചേച്ചി ഒരു ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടത്തെ വീഡിയോ. അപ്പൊ ഉണ്ട് എല്ലാ ദിവസം വരുന്നുണ്ട്, ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്. നിങ്ങളെ ഇന്ന് കണ്ടത് എന്താന്ന് വെച്ചാലും നിങ്ങളെ ഒരു കൂട് ഒരു കുടില് ആ സംഭവം മേക്ക് ഓവർ എന്ന് വരും. അതിനിപ്പോ ബിസ്മിയുടെ വീഡിയോ തന്നെ, സ്വന്തം വീഡിയോ തന്നെ കാണാം ബസ്സിൽ ഇരുന്നിട്ട്. അടുത്തിരിക്കുന്നവർക്കൊക്കെ കാണിച്ചു കൊടുത്തോളൂട്ടാ. ഓഫീസില് എനിക്ക് നല്ലൊരു വില്ലേജ് ഏരിയ എന്ന് പറയാം. ടൗൺ തന്നെയാ, പക്ഷെ നമ്മുടെ വീടിന് ചുറ്റും ഫുള്ള് ചെടികളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാ വീട്. ഓ അല്ലേ, ഒരു ദിവസം വരും. ഒരു ദിവസം വായോ. വരട്ടെ. കുക്കർ പൊട്ടിത്തെറിച്ച് ചത്തേനേന്ന് പാചകം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എങ്ങടോ പോയി, വരുമ്പോഴത്തേക്കും കുക്കറൊക്കെ കരിഞ്ഞു പിടിച്ച്. ആ വിശേഷമാണ് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നത് നേരത്തെ. മണിപ്പൂരില് ഇരോൻബ, പിന്നെ കങ്സോയ്. അത് വെജ് ആണോ അതോ നോൺ വെജ് ആണോ? ലൈക്ക് സൂപ്പ് മാതിരി. സൂപ്പ് പോലെയാണോ? സൂപ്പ്. വെജിറ്റേറിയൻ ആണോ? ഞാനോ? അല്ല, ഈ പറഞ്ഞ വെജ് ആണ് അല്ലേ? റസീനേനെ കൂട്ടിട്ട് ഒരു ദിവസം വായോട്ടാ. ആള് വീഡിയോ ചെയ്യാൻ റെഡിയാണ്. ഞാൻ വീഡിയോ ചെയ്യാം. എന്നെ കാണിക്കല്ലേട്ടാ എന്ന് പറഞ്ഞിട്ട്. എന്റെ സ്ഥലത്ത് കയറി നീ ഇരുന്നു, ഞാൻ ഫേമസ് ആവട്ടെ. നീയോ? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഹോസ്റ്റലില് എന്നിട്ട് എന്താ പറയാ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാന്നൊക്കെയാണ് പറയാ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് ഇല്ലേ? ഞാൻ അതൊക്കെ പറയാം. ചോറ് വെച്ചിട്ട് കുക്കർ ഞാൻ ഇന്നലെ നോക്കുമ്പോ ഈ ഹെയറിനെക്കാട്ടും കറുപ്പായിട്ട് കിടക്കണ ചോറ് അടക്കം. കുക്കറിന്റെ പുറം ഭാഗത്ത് അതിന് ഒലിച്ചിട്ടുള്ള അതും കറുപ്പ്, അതിന്റെ മുകളിലുള്ള അതിനെ പ്രഷർ പമ്പ് ഇതില്ലേ അതൊക്കെ പൊട്ടിത്തെറിച്ച് പോയിരിക്കണം. ഞാൻ പറഞ്ഞു എന്നിട്ട് വിളിച്ചിട്ട് പുതിയ കുക്കർ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതാ. എന്നിട്ട് കുക്കറാണോ? കുക്കറൊന്നുമില്ല, അത് വാങ്ങിയില്ല, അത് ഞാൻ വാങ്ങുന്നേ ഉള്ളൂ. അങ്ങനൊക്കെ ചെയ്യാ. പിന്നെ എന്നാളൊരു ബീഫ് കറി ഉണ്ടാക്കി പെരുന്നാളിന്റെ എന്നിട്ടോ, ഉപ്പ് കൂടിയിട്ട് വായിൽ വെക്കാൻ കൊള്ളില്ല. ഇതൊക്കെയാണ് അവളെ ഡിഷ്. എങ്ങനെയൊക്കെ ആണോ എന്നും അവളെ ഫേവറേറ്റ്. ഒന്നെങ്കിൽ ദാല്, 2 പരിപ്പ് എടുത്ത് ഞാൻ കുത്തി കാച്ചു, അല്ലെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് ഒരു മുട്ട. അതേ അവളെ ഡിഷ് കഴിഞ്ഞു. അതാണ് അവളെ കൊണ്ട് വാങ്ങിക്കും. ബിരിയാണി എന്തെങ്കിലും. അതെ, ചോറൊന്നും ഒട്ടുമിക്ക ദിവസവും കരഞ്ഞിട്ടാ ഞാൻ കാണാറുണ്ട്. അവിടെ ചോറ് ഉണ്ടോ? അതതിനാർക്കാ ഉണ്ടാക്കാൻ അറിയാ? അറിയാന്ന് പറഞ്ഞല്ലോ. ഒരു ദിവസം ഉണ്ടാക്കിത്താ. പിന്നെ ഒരു ഉണക്ക നമ്മള് അവരെ നാട്ടിലുണ്ട് ഈ ഡ്രൈ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് അതിലെ കുറച്ച് സവാള ഇതെല്ലാം കൂടി കൊത്തിക്കരിച്ച് അതും ചോറും കൂടി തിന്നണാണ്. അപ്പൊ പാക്കറ്റ് പിന്നെന്താ കൊറേ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് തോന്നുമ്മ. നമ്മള് മിച്ചർ പോലെ ഇരിക്കും, പക്ഷേ അതില് എനിക്കൊന്നും വേണ്ട. അയ്യോ എനിക്കിഷ്ടല്ല സാധനം, സത്യമായിട്ട് എനിക്കിഷ്ടല്ല. അതിലെന്താ വേറെ ചാറ്റ് മസാല ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് വേണ്ട. അതില് ഇത് ചാറ്റ് മസാല എന്ന് തോന്നുന്നു നിറയെ ഒരു ഭയങ്കര ടേസ്റ്റ്. അന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വായിൽ വെച്ചോ. പിന്നെ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ട് പോയേനെ, എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ. ഇഷ്ടമല്ല, ഞാൻ പണ്ടേ ചിലവർക്ക് ആ ഒരു ഫ്ലേവർ ജീരകത്തിന്റെ ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ എത്ര പാക്കറ്റ് എടുത്തു? എടുക്കാത്തത് നമ്മുടെ പ്രശ്നമല്ല, പക്ഷെ ഇഷ്ടമാണ്. ആള് കഴിക്കൂട്ടോ. ഞാൻ കഴിക്കില്ല, കഴിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഡെയിലി എനിക്ക് അവിടെ നിന്ന് ചോറ് ഇടുമ്പോൾ കഴിച്ചോട്ടെ. ഞാൻ കഴിക്കില്ല സാധനം, എനിക്കിഷ്ടമല്ല. നീ അന്ന് വേറെ കൊണ്ടുപോകുന്ന മറ്റേ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. കോഫിയിലിട്ട് കുടിക്കുന്നതൊക്കെ അതൊക്കെ എനിക്കിഷ്ടമാണ്. ഇത് ഞാൻ കഴിക്കില്ല. കളറായിട്ട് ഇത്ര പോരെ കളറ്?
അത്ര മതിയാ ചേച്ചിയെ നോക്കിയേ ആയിട്ടുണ്ട്, ഇത്ര മതി. പക്ഷെ ഈ മുടിയിലൊക്കെ കളറായിട്ട് ഇത് ആ ബ്ലാക്ക് മിക്സ് ചെയ്യുന്ന കളർ ആയതുകൊണ്ടാവാം അധികം ആവുന്നില്ല. അല്ലേ എന്നാലും ആയിട്ടുണ്ടാവായിരിക്കും ചേച്ചി കളർ ചെയ്യുമ്പോൾ കായും മിക്സ് ആയിട്ടാണത്. അത് അവിടെ വെക്കട്ടെ. മറ്റേത് നമുക്ക് പയ്യെ എടുക്കാം. അതത്ര മതി. കളർ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ചെമ്പൻ കളറിലൊക്കെ ചേച്ചി എന്റെ മുടിക്ക് ഏത് കട്ട ഭംഗി ഉണ്ടാവാൻ? അല്ല ശരിക്കും മേക്ക് ഓവർ അടുത്ത വർഷം കല്യാണം ഉണ്ടാവുന്നു ജിസ്മിയുടെ. പക്ഷെ ചെക്കൻ മാത്രമായില്ല. കേരളത്തിലത്തെ ആളെ വേണമെന്നുണ്ടോ അതോ അവിടത്തെ ആള് മതിയോ? ചേച്ചി കേരളത്തിലുള്ളവർ ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. പക്ഷെ മല്ലു ബോയ്സ് വേണ്ട. അതിന് ഒന്നിന് പിടിച്ച് നിൽക്കില്ല ആളാ. അതിനൊന്നും ആരും നമ്മൾ പറയാറില്ലേ പണ്ട് കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ബസ്സിനൂലും കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടുന്നു. ആ വീടിന് അടുത്തായിരിക്കും നന്നാവുക. അത്രേ വീട്ടിൽ നിർത്തുള്ളൂ ആരായാലും. പിന്നെ അങ്ങനെയാ. ഏറ്റവും നല്ല കുട്ടി ആരാ? ബിസ്മി. അത് സ്വന്തം പറഞ്ഞാൽ മതി. ബോയ്സിന്റെ ലേഡീസിന്റെ ഒക്കെ കട്ടിങ്ങിന് ഒരേ ചാർജ് തന്നെ. ഹെയർ കട്ടാണ് 550. 550 ഇവിടെ എന്തെങ്കിലും വെക്ക്. ഒന്ന് പോയി തരുമോ? ഇല്ല. അപ്പൊ കഴിഞ്ഞൂട്ടാ ഇനി വാഷ് ചെയ്യാ. വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് വാഷ് ചെയ്യോ? ഇല്ല, കണ്ടീഷണർ ഇടും. മാസ്കിന്റെ. അല്ലാണ്ട് ഇനി ഷാമ്പൂ ഒന്നും ഇടില്ല? ഇല്ല, അല്ലെങ്കിൽ ഷാമ്പു ഇടില്ല. ഒരു മാസ്ക് ഇട്ടിട്ട് ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട്. ഈ ഫസ്റ്റിലത്തെ മുടിയിൽ അധികം കളർ വന്ന് കുറവാട്ടോ. ബാക്കിയുള്ളതിലുണ്ടാവും. നമുക്ക് O3 എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ O3 ഇട്ടിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 5000 വരുന്നത്. പിന്നെ വൈറ്റമിൻ സി വെച്ചിട്ടുണ്ട്. അതിന് 3500 വരിക. അവരങ്ങനെ വേറെ റേറ്റിന്റെ ഒന്നും പറഞ്ഞില്ലേ? അങ്ങനെ ഓരോരുത്തർ നമ്മളെ സ്കിന്നും കൂടി നോക്കൂ കേട്ടോ. സ്കിന്ന് നോക്കിയിട്ട് അവർക്ക് ഏതാ. പക്ഷെ ബ്രൈഡലൊക്കെ ആകുമ്പോൾ ബ്രൈഡൽ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട് അതിൽ. അപ്പോൾ ആ ഒരു അവർക്കല്ലേ ഗ്ലോയിങ് ഒക്കെ വരണ്ടേ. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോൾ അവർക്ക് കൂടുതലും വരിക. ഞാൻ ഈ മുടി ട്രൈ ചെയ്യും. ഡ്രൈ ആക്കുമ്പോഴാണ് അറിയുള്ളൂ ഇങ്ങനെ വന്നേക്കണം മാറ്റം നമുക്ക് മനസ്സിലാവണമെങ്കിലേ ഡ്രൈ ആവണം മുടി. നമ്മൾ മുന്നിൽ സ്കാൽപ്പിലല്ല, മുന്നിൽ മുടിൻ്റെ തുമ്പിലൊക്കെ തേക്കുക. അവിടെ തന്നെ തേച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒട്ടിപ്പോവും. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലായിടത്തേക്കും ബ്ലെൻഡ് ആവും. മറ്റേന്ന് പറയുമ്പോൾ നമ്മള് വെറുതെ അങ്ങോട്ട് തേക്കുമ്പോൾ ആ തേക്കണ ഭാഗം മാത്രം അവിടെ ആയിരിക്കും അല്ലേ. എനിക്ക് ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ട് കമന്റ്സ് വരും. ഞാൻ മുടി കളർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഒരു കളർ ടിന്റ് ഉണ്ട്. എന്റെ മുടി അങ്ങനെ. എനിക്കാണ് ഈ കളർ ഇഷ്ടമല്ല. എനിക്ക് നല്ല കറുത്ത മുടി ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചെറുപ്പം തൊട്ട് നിറച്ച എണ്ണ തേച്ച് വെക്കും. അപ്പൊ മുടി കറുത്ത പോലെ ഇരിക്കും. ഷാമ്പു ഇടുമ്പോ മുടി ഇങ്ങനെ ഈ കളറാവും. ചെറുപ്പക്കാരി 15 ചേച്ചി ഇപ്പൊ ഇവിടെ നിന്ന് കഴിക്കാം. നമുക്ക് എല്ലാവർക്കും കഴിക്കാം. എനിക്ക് വേണ്ട, ഞങ്ങൾ കഴിച്ചതാ. ഇങ്ങനെ മാറൂല്ലേ മനുഷ്യന്മാര്. നോക്കിയേ ചേച്ചിക്ക് വന്ന മാറ്റം നോക്കും. മുടി ജാതി വന്ന ആളെ അല്ലേ. ഒന്ന് എഴുന്നേറ്റുന്നേ നോക്കട്ടെ. വാ ഇങ്ങോട്ട് വാ. ഇനി കട്ട് ചെയ്യാൻ പോവാ. എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യണു മുടിയുടെ തുമ്പ്. ചേച്ചി ഇപ്പൊ ഇന്നാള് ഒന്ന് കട്ട് ചെയ്തതാണേ. അത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് മുടി കിടക്കുന്നുണ്ടാവും. ചിലപ്പോ 1-2 എണ്ണം വലിച്ചപ്പോളേ. ഇത് പെർമനന്റ് ആയിട്ടുള്ള സ്ട്രൈറ്റനിങ് ഇതല്ലാണ്ട് ചെയ്തിട്ടില്ല. ചേച്ചിയുടെ മുടി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചുരുണ്ട മുടിയാ. ഇതിപ്പോ ഇങ്ങനെ എന്താ പറയാ ഇതിനെ ജസ്റ്റ് ഹെയർ സെറ്റിംഗ് ചെയ്തത്. ഹെയർ സെറ്റിംഗ് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോ നാളെ ചേച്ചി കുളി കഴിഞ്ഞാൽ മുടി പഴയ മുടിയാവും. ഇതിൽ ഇങ്ങനെ പെർമനന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ചേച്ചിക്ക് ഇങ്ങനെ മുടി സ്ട്രൈറ്റൻ ചെയ്താൽ മുഖത്തിന് ഭംഗി ഉണ്ടാവോന്നൊരു ഇതുണ്ടായിരുന്നു. ഇവിടുത്തെ ഭയങ്കര ലെങ്ത് കൂടുതലാ അല്ലേ. അപ്പൊ അന്ന് കട്ട് ചെയ്ത് ശരിയായിട്ടില്ല ചേച്ചിയെ? അല്ല, സൈഡ് എടുത്തിട്ടാ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. കട്ട് ചെയ്യുമ്പോ എപ്പോഴും സെന്റർ എടുത്തിട്ട് കട്ട് ചെയ്യണം. എന്നാലേ നല്ല ഭംഗിയിൽ എടുക്കാം. ആഹാ എന്താ രസം കാണാൻ. ഭംഗി. അപ്പൊ ചേച്ചി ധൈര്യമായിട്ട് ഇനി കരോട്ടിൻ ചെയ്യാൻ ചേച്ചിയെ. ഈ ഭാഗത്തും മുടി ഈ മുടി കണ്ട നീളം കൂടുതൽ
ഞാൻ പറഞ്ഞ അവിടെ ബാക്കിലൊന്നും പ്രശ്നമില്ല, ബ്ലെൻഡിൽ മാത്രം. കളർ കാണില്ലേ, അടിപൊളിയുണ്ട്. ആ ഓവറായിട്ട് നിൽക്കണില്ല, പക്ഷെ എന്നാൽ കളർ ചെയ്ത്. ഞാൻ ചേച്ചിയാണെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ വന്ന സീമ ചേച്ചിയല്ല, അല്ല ചേട്ടൻ ഞെട്ടും കാണുമ്പോൾ. സീമ എവിടെ ചോദിക്കും ഞങ്ങൾ ചെല്ലുമ്പോൾ. അതെ